യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് പിന്നാലെ സർവീസുകൾ കൂട്ടാൻ ഒരുങ്ങുകയാണ് കൊച്ചി മെട്രോ. തിങ്കളാഴ്ച മുതൽ 12 സർവീസുകൾ അധികമായി ആരംഭിക്കും. കഴിഞ്ഞ 10 ദിവസമായി കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത് 1 ലക്ഷത്തിലധികം പേരെന്നാണ് കണക്ക്. നേട്ടങ്ങളുടെ പരകോടിയിലാണ് 7ാം വർഷത്തിലേക്ക് കടന്ന കൊച്ചി മെട്രോ. ഈ വർഷം ഇതുവരെ കൊച്ചി മെട്രോയിലേറിയത് 1,64,27,568 യാത്രക്കാർ. ജൂലൈ 1 മുതൽ ജൂലൈ 11 വരെ 11,99,354 യാത്രക്കാരാണ് കൊച്ചി മെട്രോയിൽ സഞ്ചരിച്ചത്. യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനവ് കണക്കിലെടുത്താണ് അധിക സർവീസുകൾ ആരംഭിക്കുന്നത്. വളരെ തൃപ്തിയാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫാസ്റ്റാണ്, എല്ലാം വളരെ നല്ലതാണ്. കുറച്ച് നാളത്തെ ഒരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവർ 3 years എന്തോന്നില്ലേ പറഞ്ഞേക്കുന്നത്, ആ ഒരു സമയത്തുള്ളൊരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ എന്തായാലും നല്ല. നിലവിൽ പ്രതിദിനം 238 സർവീസുകളുണ്ട്. തിങ്കളാഴ്ച മുതൽ അത് 250ലേക്ക് എത്തും. 7 മിനിറ്റ് 45 സെക്കൻഡാണ് ട്രെയിനുകൾക്കിടയിലെ ദൈർഘ്യം. ഇത് 7 മിനിറ്റായി കുറയും. കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമായി യാത്രാനുഭവം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് KMRL. വിഴിഞ്ഞത്തിന് മുൻപേ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികൾ ഒന്നായിരുന്നു കൊച്ചി മെട്രോ. പ്രതിഷേധിച്ചവരും സമരം ചെയ്തവരുമെല്ലാം കൊച്ചി മെട്രോയുടെ ഈ വികസന കുതിപ്പിന് കൈയടിക്കുന്നുണ്ട്. യാത്രക്കാരും പുതിയ മാറ്റങ്ങളിൽ ഹാപ്പിയാണ്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അധിക സർവീസുകൾ വരുന്നു എന്നത് യാത്രക്കാരെയും വലിയ സന്തോഷത്തിലാക്കുന്ന കാര്യമാണ്. ആ പ്രതികരണത്തിലേക്കാണ്. നല്ലതാണ്, തീർച്ചയായിട്ടും ഗുണമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം ട്രാഫിക് ഭയങ്കരമായിട്ട് കൂടുതലല്ലേ. അപ്പം രാവിലെയും വൈകിട്ടും ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ അഡീഷണലായിട്ട് റവന്യൂ ഓഫീസ് വീണ്ടും കൂട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഗുണമാണ്, കാരണം easy to way ആണല്ലോ. ഈ എടപ്പള്ളിയിലെ ബ്ലോക്ക് വെച്ച് അങ്ങോട്ട് പോകാൻ എനിക്കെപ്പോഴും easy to way മെട്രോയാണ്. തീർച്ചയായിട്ടും ഗുണം ചെയ്യില്ലേ, നമുക്ക് ട്രാഫിക് ഇല്ലാണ്ട് വേഗം എത്താലോ. മെട്രോയിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, ഇപ്പോൾ വന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമല്ലോ. അധിക സർവീസ് ആകുമ്പോൾ നല്ല ക്രൗഡാണ്, അപ്പോൾ ഒന്ന് വ്യത്യാസം വരും. ഞാനുമൊക്കെ ബൈക്ക് ഉപയോഗിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ അതേപോലെ കുറേ പേര് മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ്. വൈകുന്നേരം ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് കൊച്ചി മെട്രോ ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം കൂടുതൽ സർവീസ് വന്നാൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഇപ്പോൾ എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കാര്യം അറിയിക്കുന്നുണ്ട്. മഴ മൂലം കുണ്ടന്നൂർ തേവര പാലം അടച്ചുകൊണ്ടുള്ള ടാറിംഗ് അറ്റകുറ്റപ്പണികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായാൽ പ്രവൃത്തി പുനരാരംഭിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നതെന്നാണ് എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.